إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين. ഖുർആൻ പരലോകത്തെക്കുറിച്ച് തർക്കിക്കുന്ന ആളോട് വളരെ ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കുകയുണ്ടായി. ഖുർആൻ പറഞ്ഞു യാസീൻ സൂറത്തിൽ, അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. മനുഷ്യൻ അവലം യറൽ ഇൻസാൻ, മനുഷ്യൻ കാണുന്നില്ലേ, അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ, അവനെ ഒരു ബീജഗണത്തിൽ നിന്നാണ് നാം പടച്ചത്. ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ, എന്നിട്ട് ആ ബീജഗണമായ അവനാണ് എന്നോട് തർക്കിക്കാൻ വന്നിരിക്കുന്നത്. വളറബലനാ മസലൻ വനസിയ ഖൽഖഹു, എന്നിട്ട് അവനൊരു ഉദാഹരണം പറയുന്നു, അവന്റെ സ്വന്തം സൃഷ്ടിപ്പിച്ചെന്ന് മറന്നുകൊണ്ട്. ദ്രവിച്ചുപോയ നുരുമ്പിപ്പോയ എല്ലുകളെ ആര് പുനർജീവിപ്പിക്കാനാണ് എന്നാണ് അവൻ ചോദിക്കുന്നത്. അതിന് മറുപടി, ആദ്യം അവനെ ആരാണ് പഠിച്ചത്? ഇല്ലായ്മയിൽ നിന്ന് ഒരു ബീജമാക്കി, അതിനെ സുത്താന്തമാക്കി, പിന്നീട് അതിനെ മാംസരണ്ഡമാക്കി, പിന്നീട് അതിനെ എല്ലാക്കി മാറ്റി, പിന്നീട് അതിൽ മാംസങ്ങൾ പൊതിഞ്ഞ് കാഴ്ചയും കേൾവിയും അതുപോലെ ഹൃദയവും ചിന്താശേഷിയും ഒക്കെ നൽകി അവനെ ഇല്ലായ്മയുടെ ലോകത്തിൽ നിന്ന് ഉണ്മയുടെയും ചിന്തിക്കുന്നതിന്റെയും ദൈവത്തിനെപ്പോഴും എതിർക്കുന്നതിന്റെയും ഒരു വിധാനത്തിലേക്ക് എത്തിച്ചവൻ ആരാണോ അവൻ തന്നെയാണ് അവൻ ദ്രവിച്ചുപോയി നുരുമ്പിപ്പോയതിനു ശേഷവും അവനെ ജീവിപ്പിക്കുക. എന്നിട്ട് ഖുർആൻ പറയുന്നു, നിങ്ങളെന്താ ചിന്തിക്കുന്ന, അവനൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, ഈ അണ്ഡകടാഹങ്ങളെ മുഴുവനും, ഈ കോടിക്കോടി പിന്നെയും കോടി നക്ഷത്ര താരാഭുജങ്ങളെ മുഴുവനും, ഗാലക്സികളെ മുഴുവനും, സൂപ്പർനോവകളെ മുഴുവനും, കോസാറുകളെയും പൾസാറുകളെയും മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാൻ റബ്ബുൽ ഇസ്സത്ത്, അവൻ ബിഖാദിരിൻ അലാ അൻ യഖ്ലഖ മിസ്ലഹും, നിങ്ങളെ ഒന്നുകൂടി പടക്കാൻ അവന് കഴിയില്ലേ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? വഹുവൽ ഖല്ലാഖുൽ അലീം, അവൻ എല്ലാ നിലക്കുള്ള സൃഷ്ടിപ്പും അറിയുന്നവനാണ്, അവൻ ഖല്ലാഖാകുന്നു. അതുകൊണ്ട് അവന്റെ കഴിവിൽ നിങ്ങൾ സംശയിക്കണേ. നിങ്ങൾ ശ്രവിക്കപ്പെടുന്ന കോടിക്കണക്കിന് ബീജങ്ങളിൽ നിന്ന് സൂക്ഷ്മദർശിനികൾ കൊണ്ട് മാത്രം കാണാൻ സാധിക്കുന്ന, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാതിരുന്ന, അറപ്പും വെറുപ്പും തോന്നിയ ഒരു ബീജമായിരുന്നു നീ എന്ന് നീ മനസ്സിലാക്കണം. എന്നിട്ട് നിന്നെ ചിന്തിക്കാനും പറയാനും സംവാദം നടത്താനും ചോദ്യം ചോദിക്കാനും പറ്റുന്ന പരുവത്തിലേക്ക് ഉയർത്തിയ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, താരാപഥങ്ങളെ നിയന്ത്രിക്കുന്ന റബ്ബുൽ ഇസ്സത്ത്, സൂര്യനെ ഈ ഭൂമിയേക്കാൾ ഒരു ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളുന്ന സൂര്യനെയും അതിനേക്കാൾ വലിയ നക്ഷത്രങ്ങളെയും നക്ഷത്ര സമൂഹങ്ങളെയും കോടി 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 പിന്നെയും കോടി നക്ഷത്രങ്ങളെയും അതിനപ്പുറം ഗാലക്സികളെയും ക്ലസ്റ്ററുകളെയും നിർമ്മിച്ച പരിപാലിച്ച തമ്പുരാനോടാണോ ബീജമായ കീടമായ നീ സമ്മതിക്കാൻ വന്നിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ